ഉച്ചക്കലത്തെ ഫുഡ് എടുക്കുക കഴിഞ്ഞതിന് ശേഷം ചെറിയ തണ്ണമുള്ള തണ്ണിമത്തൻ ഇരുന്ന് കഴിക്കുക കേട്ടോ. അയിനുസൂട്ടൻ അല്ലുക്കുട്ടനകത്തുണ്ട്. അപ്പോൾ അഞ്ചും ചേട്ടനും ഇൽച്ചേട്ടനും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. ഇവരിറങ്ങിയിട്ട് വേണം എനിക്കും അല്ലുനും മൈനുനും സുഖമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങാനായിട്ട്. അത്ര വലിയ സുഖമല്ല ഇവർ ഉറക്കാനായിട്ട്. കുറേ പാട് വരുന്ന തട്ടിപ്പൊത്തി ഉറക്കാനായിട്ട് കുറേ കഥ പറഞ്ഞും പാട്ടൊക്കെ പാടിയിട്ടാണ് ഉറക്കാറ്. അപ്പോഴേക്കും അച്ഛനും വലിയമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉറക്കം എണീച്ച് കുട്ടികളും എണീറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു ആലസ്യത്തിലാണ്. അപ്പോഴേക്കും ഞാനൊരു പാൽ കൊടുക്കും. കുറേ പേര് ചോദിക്കുന്നുണ്ട് പാലിപ്പോഴും ബോട്ടിലാണെന്ന്. ഇവരിപ്പോഴും ബോട്ടിൽ തന്നെ കുടിക്കുക. വേറൊരു നിവർത്തില്ല. കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പാലുള്ളി ചെല്ലട്ടെ വിചാരിച്ചിട്ടാണ് ആ ബോട്ടിൽ കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും ചായയോടൊക്കെ കഴിഞ്ഞു. പിള്ളേരെ മേലൊക്കെ കഴിപ്പിച്ചു. പുതിയ സ്വിമ്മിംഗ് പൂളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിഖിൽ ചേട്ടൻ്റെ ജിമ്മിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മുട്ട കഴിഞ്ഞത് പറഞ്ഞത്. വേഗം പോയിട്ട് ഒരു ട്രേ അങ്ങനെ തന്നെ മേടിച്ചിട്ട് കേട്ടോ. ഇവിടെ മുട്ട മേടിക്കുക ഒരു ട്രേ ആയിട്ട് മേടിക്കുക. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ 10 മുട്ട അല്ലെങ്കിൽ 5 മുട്ട മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. കൊണ്ടുവന്ന മുട്ടയൊക്കെ ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ അതുമ്പോൾ ആ ഏറ്റത്ത് ഇങ്ങനെ വന്ന് കിടന്നു. ജിമ്മിന് പോകുന്നതിന് മുന്നേ തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കേണ്ടി വരും. കാരണം ഞങ്ങൾ അങ്ങനെ മറന്നു പോകും. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. അപ്പോൾ പിന്നെ കുറേ സമയം പോകും വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനായിട്ട്. ഇപ്പോൾ പുതിയൊരു സംഭവം ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും ഫീൽ ചെയ്തിട്ടോ. ഒന്നുമില്ല. ആ ഒരു സംഭവത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, മുട്ട വയ്ക്കുക, അങ്ങനെ ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അപ്പോഴേക്കും മുട്ട റെഡി. ഇതിൻ്റെ ഇടയ്ക്ക് അയിനൂസിനെയും കൊണ്ട് അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നപ്പോഴേക്കും എനിക്ക് സമൂസ പരിപ്പോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഇത് ഓഫ് ചെയ്തു വിട്ടു. എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നിയിട്ടോ. കാരണം ഗ്യാസുമൊന്നും അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് മാത്രം ഇലക്ട്രിക് ആണ്. അത് മതി. നിഖിൽ ചേട്ടൻ ഇപ്പോൾ എൻ്റെ പരീക്ഷണം സക്സസ് ആയാൻ വേണ്ടിയിട്ട് തൊഴിലൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വന്നിട്ടുണ്ട്. നല്ലതാണ്. ഇവന്മാരെല്ലാവരും ഇപ്പോൾ ഇവന്മാർക്ക് ഒരു മുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുണ്ട് പൊളിച്ച് തിന്നണം. അതായത് നമ്മൾ തുണ്ട് പൊളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും സെറ്റ് ആവില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. നമ്മുടേതായ പണികളിലേക്ക് കിടന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ടൻ വന്നു. അപ്പോഴേക്കും എൻ്റെ പല്ലുവേദന ഒക്കെ മാറിയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ.